Hi friends, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പച്ചടികളിൽ മിക്കവാറും പേരുടെ ഫേവറേറ്റ് പച്ചടിയായിരിക്കും പൈനാപ്പിൾ പച്ചടി. സദ്യക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയായിരുന്നു. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഗ്രാമിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 300 ഗ്രാമോളം വരും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം അരമുറി തേങ്ങയാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ വെള്ളത്തിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ചെറുതായിട്ട് ഉടഞ്ഞു കിടക്കുന്നതാണ് പൈനാപ്പിൾ പച്ചടിക്ക് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ബേസിക്കലി ഒരു മധുര പച്ചടിയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു സ്വീറ്റ്നെസ് വേണം നമ്മുടെ പച്ചടിക്ക്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഇത് തിളച്ച് വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ തേങ്ങയുടെ കൂട്ടും കൂടെ പൈനാപ്പിളിൽ കിടന്ന് ഒന്ന് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളിക്കും കൺസിസ്റ്റൻസിക്കൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈര് ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനും മറന്നു പോകരുത്. ചൂടുണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ തൈര് പിരിഞ്ഞു പോകാനും പിന്നെ അത് ലൂസായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ പച്ചടി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്താലാണ് പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടാവുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഈ വറവ് നമുക്ക് നേരെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ അടിപൊളി പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ പൈനാപ്പിൾ പച്ചടി കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസുകൾ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.